Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഒരു ടൈപ്പിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ നോക്കേണ്ടായി അല്ലേ. ബാങ്കിനെ ഓർഗനൈസ്ഡ് സെക്ടറിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അല്ലേ, സാധാരണ അതിൽ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരുന്നു. സെൻട്രൽ ബാങ്കിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞു, അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞു. ക്ലിയർ. ദെൻ അതുപോലെ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞു. ക്ലിയർ. അപ്പോൾ എന്താണ് ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്? ക്ലിയർ. അത് എങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ? ക്ലിയർ. അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ development banks, these are banks as these are all also known as industrial banks. എന്തുകൂടെ പേര് പറയാറുണ്ട്? ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. ക്ലിയർ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഇങ്ങനെയും പറയാം. ക്ലിയർ. ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറയാൻ കാരണം എന്താണ്? These banks clear mainly lends clear loans and advances to the industrial concerns. ഇൻഡസ്ട്രീസിനാണ് മിക്കവാറും ലോൺ കൊടുക്കുക. ക്ലിയർ. അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു. ക്ലിയർ. ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയാൻ കാരണം എന്താ? കാരണം ഇത്തരത്തിലുള്ള ബാങ്കുകൾ ക്ലിയർ മിക്കവാറും ലെൻഡ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഒരു പുതിയ ഇൻഡസ്ട്രീസ് വരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ക്ലിയർ അതിൻ്റെ ഫർദർ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലിയർ അതിനാവശ്യമുള്ള പൈസ, ഇങ്ങനെയൊക്കെ ലോങ് ടേം ആയിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്. ക്ലിയർ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത്തരം ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ലോങ് ടേം ഫണ്ട്സ്. എന്ത് തരത്തിലുള്ള ഫണ്ടാണ് കൊടുക്കുക? ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട്സ് ആയിരിക്കും കൊടുക്കുക. ക്ലിയർ. ടു ഇൻഡസ്ട്രിയൽ കൺസേൺ. എങ്ങനെ കൊടുക്കുന്നു? ദേ റൈസ് ദെയർ ഫണ്ട്സ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, clear, and mobilizing long-term deposits from the public, and utilize these raised funds to provide term loans, clear, for a long period. ഇവരെന്ത് ചെയ്യുന്നു? ഷെയറും ഡിബഞ്ചറും അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ഡിപ്പോസിറ്റ്സ് ഒക്കെ വാങ്ങിച്ച ശേഷം ക്ലിയർ ആ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഡിപ്പോസിറ്റ്സ് സാധാരണ ഇവിടെ കുറവാണ്, പ്രത്യേകിച്ച് സേവിങ്സ് ഡിപ്പോസിറ്റോ കറണ്ട് ഡിപ്പോസിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഫിക്സഡ് ഡിപ്പോസിറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ ലോങ് ടേം ഡിപ്പോസിറ്റ്സ് ആയിരിക്കും അവർ കളക്ട് ചെയ്യുക. അതും വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. മിക്കവാറും ഷെയർ ഡിബഞ്ചറുകളൊക്കെ ഇഷ്യൂ ചെയ്തിട്ടാണ് ഒരു ഫണ്ടുകൾ റേസ് ചെയ്യുക. ഈ കിട്ടുന്ന ഫണ്ടിന് എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ. ഓക്കെ. ഇൻ ഇന്ത്യ there were no industrial banks till 1947. 1947 വരെ നമുക്ക് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. The central government and the Reserve Bank of India have taken active role to start the development of number of industrial banks in India. So it formed mainly to finance the capital requirement of a small, medium and large scale industries. Clear. And they include Industrial Finance Corporation of India, okay, then Small Scale Industries Corporation, then Industrial Credit and Investment Corporation of India, and Industrial Development Bank of India. ഇങ്ങനെ കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1947 ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവിൽ RBIയുടെ നേതൃത്വത്തിൽ ക്ലിയർ രൂപീകരിക്കപ്പെടുകയുണ്ടായി. ക്ലിയർ. ഇതിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു റോൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്ലിയർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ക്ലിയർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓസ്പീഷ്യസിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷനോടുകൂടി രൂപീകരിക്കപ്പെട്ടുള്ള ഒരു ബാങ്കാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറിൻ്റെ ഒരു റെഗുലേറ്റർ എന്ന നിലയിൽ ക്ലിയർ അവർക്ക് ഡെവലപ്മെൻറ്റും പ്രൊമോഷനും അതുപോലെ തന്നെ റെഗുലേറ്ററി റോളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ക്ലിയർ നോക്കുന്നതിന് അവരുടെ ഒരു ഏജൻസി അല്ലെങ്കിൽ അവരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് എന്നുള്ള രീതിയിൽ അവർക്ക് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സെപ്പറേറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ ക്ലിയർ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലിയർ ദേ ഹാവ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്ലിയർ. IDBI എന്നാണ് അതിനെ പറയുന്നത്. ക്ലിയർ. ഇത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ കേസസിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ കേസസിൽ ഇന്ത്യയിൽ ക്ലിയർ ഒരു കാലഘട്ടം വരെ പ്രത്യേകിച്ച് 1990s പീരീഡ് വരെ ക്ലിയർ ലിബറലൈസേഷൻ്റെ പീരീഡ് വരെ അല്ലെങ്കിൽ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ അങ്ങനെയൊക്കെ വരുന്നത് വരെ ക്ലിയർ അങ്ങനെയുള്ളൊരു സ്റ്റേജ് വരെ ഇത് എന്തായിട്ട് വരുന്നു? ഒരു അപ്പെക്സ് ബാങ്കായിട്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ കേസിൽ ഒരു അപ്പെക്സ് ബാങ്കായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഓക്കെ. So it was one of the important constituent of Indian banking structure. IDBI Limited is one of the India's leading public sector bank and fourth largest bank overall rating. Clear. So RBI categorized IDBI as other public sector bank. Clear. ഇപ്പോൾ നമുക്ക് IDBI എന്ന് പറഞ്ഞാൽ IDBI ബാങ്ക് ആണുള്ളത്. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ
അതർ പബ്ലിക് സെക്ടർ എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷേ നേരത്തെ ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ക്ലിയർ? ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നുള്ള രീതിയിൽ തന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യുമായിരുന്നു. ക്ലിയർ? ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഇല്ല. ക്ലിയർ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ. കാരണം IDBI ഹാസ് നൗ കൺവേർട്ടഡ് ഇൻ ടു എ കൊമേഴ്ഷ്യൽ ബാങ്ക്. ക്ലിയർ? ഇപ്പോൾ IDBI ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് വാസ് ദി അപെക്സ് banking institution in the field of long-term industrial finance. Okay, so it was established in the 1964. 1964 ഇത് രൂപീകരിക്കപ്പെടുന്നത്. was wholly owned subsidiary of RBI. RBIയുടെ കീഴിൽ ഒരു സബ്സിഡറി, RBIയുടെ ഒരു സബ്സിഡറി ആയിട്ടാണ് രൂപീകരിക്കപ്പെടുന്നത്. So it was formed to catalyze the development of diversified and effective or efficient industrial structure in the country. Clear? രാജ്യത്തിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ നേതൃത്വം നൽകി. അവരുടെ ഒരു സബ്സിഡിയറി ആയിട്ട് ഒരു ഡെവലപ്മെൻറ്റ് ബാങ്ക് രൂപീകരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു enlarge the role of IDBI as an apex financial institution of the country, IDBI was delinked from the Reserve Bank of India. Clear? In the year 16th February 1976. അപ്പോൾ ആദ്യം RBIയുടെ കീഴിലൊരു സബ്സിഡറി ആയിട്ട് രൂപീകരിച്ചതാണ്. പക്ഷേ ഒരു അപെക്സ് ബാങ്കായിട്ട് ഇതിന് പ്രവർത്തിക്കണമെങ്കിൽ അല്ലേ കൺട്രോളും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കുറവ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 1976 ഇതിനെ ഡീലിങ്ക് ചെയ്തിട്ട് എന്താക്കി മാറ്റി? ഒരു സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറ്റി. ക്ലിയർ? IDBI അപ്പോൾ ഒരു അപെക്സ് ബാങ്കായിട്ട് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉള്ള ഒരു അപെക്സ് ബാങ്കായിട്ട് പിന്നീട് മാറി. സോ ദ എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ വാസ് ട്രാൻസ്ഫർഡ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഒരു പബ്ലിക് സെക്ടർ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും നമ്മളതിനെ. ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, AIFI. ക്ലിയർ? അപ്പോൾ ആ രീതിയിലാണ് പിന്നീട് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് an autonomous corporation owned by Government of India, and it played a significant role in the country's industrial and economic progress over the 40 years. Clear? That first it worked as an apex development financial institution in relation to industry. Now it is a full-fledged commercial bank. Clear? അപ്പോൾ പിന്നീട് 2000-നൊക്കെ ശേഷം അല്ലെങ്കിൽ 2000-ൻ്റെ ആ പീരീഡ് വരുന്ന സമയത്ത്, ക്ലിയർ, 1991 ശേഷം, ക്ലിയർ, ഒരു കൊമേഴ്ഷ്യലൈസേഷനൊക്കെ വന്നപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഒക്കെ വന്ന ശേഷം, ക്ലിയർ, കുറേയധികം കമ്മിറ്റികളുടെ റെക്കമെൻഡേഷനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്തു? ഇതിനൊരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഈ പീരീഡായ സമയത്ത്, ക്ലിയർ, 1991 ശേഷം അല്ലെങ്കിൽ 90 ശേഷം, ക്ലിയർ, ബാങ്കിങ് സെക്ടർ റിഫോംസിൻ്റെ ഫലമായി കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ നേച്ചറും സ്കോപ്പും ഓപ്പറേഷനൊക്കെ മാറി. ക്ലിയർ? അതുകൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഷോർട്ട് ടേമും മീഡിയം ടേം ലോങ് ടേം ലോണുകളൊക്കെ കൊടുക്കാൻ തുടങ്ങി. ക്ലിയർ? അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയതോടുകൂടി അല്ലെങ്കിൽ അവരുടെ പെർവ്യൂ അല്ലെങ്കിൽ അവരുടെ സ്കോപ്പ് ഓഫ് ബിസിനസ് വർദ്ധിപ്പിച്ചതോടുകൂടി, ക്ലിയർ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ അലൗഡ് ടു ലെൻഡ്, ക്ലിയർ, ഓൾ ടൈപ്പ് ഓഫ് ലെൻഡിങ്, ക്ലിയർ, ഇൻക്ലൂഡിങ് ലോങ് ടേം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് IDBIക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മാത്രമല്ല, ഇങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് RBI ഉണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അപെക്സ് ബാങ്ക് എന്ന നിലയിൽ IDBIക്ക് പിന്നെ റോളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ IDBIയുടെ പ്രവർത്തനങ്ങൾ പുനർക്രമീകരിക്കേണ്ട വന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നോക്കുന്ന സമയത്ത് ആ പീരീഡിലൊക്കെ നോക്കുന്ന സമയത്ത് 1991 അല്ലെങ്കിൽ 2, 3 അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും IDBI കുറേയധികം കടം കൊടുത്തുള്ള പൈസയൊക്കെ തിരിച്ചു കിട്ടാണ്ട്, ഓവർ ഡ്യൂ ഉണ്ട്, ക്ലിയർ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇതിനൊക്കെ റീവൈറ്റലൈസ് ചെയ്യാൻ വേണ്ടി, റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായി IDBI ബാങ്ക് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഓക്കെ, ഇൻ 2004, ക്ലിയർ. സോ 2004 ശേഷം ഇത് ഈ രീതിയിൽ അറിയപ്പെടും. ഓക്കെ, so IDBI acted as a project financing institution, and it covered an array of services that contributes towards the behind geographical spread of industries development of identified backward area, emergence of a new spirit of enterprise, and evolution of a deep and വൈബ്രൻറ്റ് ക്യാപിറ്റൽ ബാങ്ക്. ഇതിനൊക്കെ IDBI ഒരു ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ക്ലിയർ? ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ആദ്യം ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്ന സമയത്ത് ഒരു അപെക്സ് ബാങ്ക് എന്ന നിലയിൽ, ക്ലിയർ,
അത് ഇൻഡസ്ട്രിയുടെ സ്പ്രെഡിങ്ങിന് വേണ്ടിയിട്ടും പ്രൊമോഷന് വേണ്ടിയിട്ടും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ക്ലിയർ, അതുപോലെ ബാക്ക്വേർഡ് ഏരിയ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഓക്കെ, അതുപോലെ എൻ്റർപ്രൈസസിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും ഓക്കെ, ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാനൊക്കെ IDBI പ്രവർത്തിച്ചിട്ടുണ്ട്. ടുഡേ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ കൊമേഴ്ഷ്യൽ ബാങ്ക്, ക്ലിയർ, എ ന്യൂ ജനറേഷൻ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇപ്പോൾ ഇതിനറിയപ്പെടുന്നത് ന്യൂ ജനറേഷൻ കൊമേഴ്ഷ്യൽ ബാങ്കാണ്. ക്ലിയർ. എന്താ ഈ ന്യൂ ജനറേഷൻ? നമുക്കറിയാം ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ട് മേലെ ബിസിനസ് ചെയ്യുന്ന ഒരു ബാങ്കാണ്, കൊമേഴ്ഷ്യൽ ബാങ്കാണ് ന്യൂ ജനറേഷൻ കൊമേഴ്ഷ്യൽ ബാങ്ക്. ക്ലിയർ. അപ്പോൾ കുറച്ച് വർഷം മുമ്പ് വരെ ഇതിനെ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? അതർ പബ്ലിക് സെക്ടർ ബാങ്ക് എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് RBI. ക്ലിയർ. കാരണം ഗവൺമെൻറ്റിന് തന്നെയായിരുന്നു മേജർ സ്റ്റേക്ക് ഹോൾഡിങ്. ഓക്കെ. പക്ഷേ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് IDBIയുടെ സ്റ്റേക്സ് അല്ലെങ്കിൽ സ്റ്റോക്കുകളെ, ക്ലിയർ, ഷെയർസിലെ ഭൂരിഭാഗം ഷെയർസിനെയും LICക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ LICയുടെ കീഴിലുള്ള ഒരു സബ്സിഡറി ആയിട്ട് ഇപ്പോൾ ഇത് മാറി. അങ്ങനെ വരുന്നതോടുകൂടി ഇത് വീണ്ടും എന്തായിരുന്നു? ഇപ്പോൾ RBI ക്ലാസിഫൈ ചെയ്യുന്നത് IDBI ബാങ്ക് ഈസ് എ പ്രൈവറ്റ് സെക്ടർ ന്യൂ ജനറേഷൻ ബാങ്ക്. ക്ലിയർ. പ്രൈവറ്റ് സെക്ടറിലെ ന്യൂ ജനറേഷൻ ബാങ്ക് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ക്ലിയർ. സോ ഇൻ 1995 government started to reduce the share, clear, of a public issue of share. Clear. 1995 മുതൽ IDBIയുടെ ഷെയർ കുറയ്ക്കാൻ തുടങ്ങി. In 2004 IDBI converted into a banking company and Industrial Development Bank of India Limited, clear, to undertake the entire range of banking activity. 2004 മുതൽ അത് ബാങ്കിങ് ആക്ടിവിറ്റിയിലേക്ക് വന്നു. ഇപ്പോൾ ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതനുസരിച്ച് 53% ഗവൺമെൻറ്റിനുണ്ടെന്നാണ്. ഇപ്പോൾ അതൊന്നും ഇല്ല. ക്ലിയർ. മോർ ദാൻ 51% ഷെയർസും ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത്? LICക്ക് ട്രാൻസ്ഫർ ചെയ്തു. കുറേയൊക്കെ ഷെയർസ് പബ്ലിക്കിൻ്റെ കയ്യിലുണ്ട്. ക്ലിയർ. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഷെയർ ഹോൾഡിംഗ് വളരെ കുറഞ്ഞിട്ടുണ്ട്. ക്ലിയർ. ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് IDBI. ഇനി ഇത് നോക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ, ക്ലിയർ, ഒരു ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്ന സമയത്ത് IDBIയുടെ റോൾസ് എന്തായിരുന്നു, ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ക്ലിയർ. അതാണ് നോക്കുന്നത്. ക്ലിയർ. ആസ് എ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. Number 1, to coordinate activities of all financial institutions, to provide term finance to industry, to provide direct financial assistance to industrial units, clear, to bridge the gap between supply and demand for medium term and long term financial, clear, to the industrial concern, to provide technical and administrative assistance for the promotion and expansion and management of industrial concern, to provide or to undertake market and investment research and studies and surveys, okay, and techno-economics studies in connection with the development of industries, to act as a lender of the last resort, to finance the projects in the conformity with the national priority. National priority പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രയോറിറ്റി ഏരിയ, ബാക്ക്വേർഡ് ഏരിയ ഡെവലപ്മെൻറ്റ്, ക്ലിയർ, അല്ലെങ്കിൽ ചില സെക്ടറിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരു ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഫിനാൻസ് ചെയ്യുന്നു. ക്ലിയർ. അതുപോലെ തന്നെയാണ് ഇതിന് പുറമെ എന്തുകൂടെ ഉണ്ട്? റീഫിനാൻസിങ് കൂടെ ചെയ്യുക. ക്ലിയർ. ഇതിലത് കൊടുത്തിട്ടില്ല, പക്ഷേ IDBI, ക്ലിയർ, ഈസ് എ പ്രൈം റീഫിനാൻസിങ് ഏജൻസി. ക്ലിയർ. മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡസ്ട്രിയൽ കൺസേൺസിന് നൽകുന്ന ലോങ് ടേം ലോണുകൾ, ക്ലിയർ, ആ ലോണിനെ റീഇംബേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റീഫിനാൻസിങ് എന്നാണ് അതിനെ പറയുക. ക്ലിയർ. റീഫിനാൻസിങ്. ക്ലിയർ. ദാറ്റ് ഈസ് ഫിനാൻസ് loans and advances given by other financial institutions, clear, to the industrial concerns for a long period of time will be refinanced. വീണ്ടും ആ പൈസ ആർക്ക് കൊടുക്കുന്നു? ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് IDBI കൊടുക്കുന്നു. ക്ലിയർ. അപ്പം ഇങ്ങനത്തെ റീഫിനാൻസിങ് ഒക്കെ ആര് ചെയ്തു വന്നു? IDBI ചെയ്യുന്നതായിരുന്നു. ക്ലിയർ. ഫങ്ഷൻസ് നോക്കാം. ബിഫോർ 2004 ആണ് നോക്കുന്നത്. എന്താ ഈ 2004ൻ്റെ പ്രത്യേകത? കൊമേഴ്ഷ്യൽ ബാങ്കായിട്ട് മാറുന്ന ഇയറാണ് അല്ലേ. അപ്പം അതിന് മുമ്പുള്ള ഫങ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. So direct assistance to large and medium industries, clear. So it assisted industrial units directly in the following ways. It provided project loans, clear. നല്ലൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഡയറക്ട്ലി സബ്സ്ക്രൈബ് ടു ദി ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് സച്ച് ഇൻഡസ്ട്രിയൽ കൺസേൺ. അവർ ഇഷ്യൂ ചെയ്യുന്ന ഷെയറോ ഡിബഞ്ചറൊക്കെ വാങ്ങിച്ചിട്ട് പ്രോജക്റ്റ് ഫിനാൻസ് ചെയ്യും. ക്ലിയർ. ദെൻ ഗ്രാൻഡ് ലോൺസ്, direct finance to industrial concerns by way of medium-term and long-term advances. It provides soft loans for modernization of all industries. Okay. Then it provides technical development fund loans and equipment finance loans. Clear.
Then equipment finance loan is granted under equipment finance scheme which was introduced in the year 1984. Clear? അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നുള്ളൊരു സ്പെഷ്യൽ സ്കീമായിരുന്നു. ക്ലിയർ? അപ്പോൾ അതനുസരിച്ച് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി ക്ലിയർ ഒരു സെപ്പറേറ്റ് സ്കീംസ് വഴി ഫിനാൻസ് കൊടുത്തിരുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് for the financing of capital expenditure and long-term working capital requirement of financially sound company. Clear? Working capital requirement, clear, long-term working capital requirement ആവശ്യമായിട്ടുള്ള ഫണ്ടും എന്ത് ചെയ്യുമായിരുന്നു, ഇവർ കൊടുക്കുമായിരുന്നു. ക്ലിയർ? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഫിനാൻസും ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നു അങ്ങനെയുള്ളത്? റീഫിനാൻസിങ് ആക്ടിവിറ്റി. ക്ലിയർ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റീഫിനാൻസിങ് ചെയ്യാം മറ്റുള്ള ബാങ്കുകൾക്ക്. ക്ലിയർ? സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിന്, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ SIDCസിന്, ക്ലിയർ? അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്, കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക്, RRBs, ക്ലിയർ? ഇവരെല്ലാം ഇൻഡസ്ട്രിയൽ കൺസേൺസിന് കൊടുക്കുന്ന ലോങ് ടേം ലോൺസിന് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുക, റീഫിനാൻസിങ് ചെയ്ത് കൊടുക്കുന്ന റീഫിനാൻസിങ് ഏജൻസി ആയിരുന്നു ഇവർ. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ള ഏജൻസീസൊക്കെ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ലോൺ കൊടുക്കും. എന്നിട്ട് അവരത് ഇൻറ്റിമേറ്റ് ചെയ്യും. ആർക്ക്? IDBIക്ക്. എന്നിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ IDBI എന്ത് ചെയ്യും? ഇവർക്ക് ആ പൈസ കൊടുക്കും. അതിനാണ് റീഫിനാൻസിങ് എന്ന് പറയുക. സോ റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് rising out of a sale of indigenous machinery on deferred payment basis, installment basis മെഷീനറീസോ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സപ്ലൈ ചെയ്തതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. ക്ലിയർ? ഓഫ് സെയിൽ ഓഫ് ഇൻഡിജിനസ് മെഷീനറി. ക്ലിയർ? ഇൻഡിജിനസ് മെഷീനറീസ് സെയിൽ ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ ബില്ലിന് ക്ലിയർ ഡിസ്കൗണ്ട് ചെയ്ത് പൈസ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഇൻസ്റ്റാൾമെൻറ്റ്, ക്ലിയർ, ഡെഫേർഡ് പേയ്മെൻറ്റ് ബേസിസ് അത് കൊടുക്കും. ദെൻ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. ഓക്കെ, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നീട് പഠിക്കുന്നുണ്ട് കൂടുതലായിട്ട്. പക്ഷേങ്കിലും എന്താണത്? ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇനീഷ്യലായിട്ട് വേണ്ടി വരുന്ന ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എന്നാണ് അതിന് പറയുക. ഇത്തരത്തിൽ വരുന്ന പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ വലിയ എമൗണ്ട് ആയതുകൊണ്ട് ചിലപ്പോൾ ആളുകൾക്ക് ഈ എൻ്റർപ്രനേഴ്സിന്, ക്ലിയർ, അതല്ലെങ്കിൽ അല്ലേ ബിസിനസ് പീപ്പിൾസിന് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിന് അത് വഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അവരുടെ ഐഡിയ നല്ലൊരു ഐഡിയ ആയിരിക്കും. അങ്ങനെയുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? ബാങ്ക് പ്രൊവൈഡ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. ക്ലിയർ? ആ കോൺട്രിബ്യൂഷൻ്റെ പൈസ ഇവർ ലോണായിട്ട് കൊടുക്കും. ക്ലിയർ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ത്രൂ SFC, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, SIDC, ക്ലിയർ, ഇതൊക്കെ വഴി എന്ത് ചെയ്യുന്നു? ദേ വിൽ ഗ്രാൻഡ് സീഡ് ക്യാപിറ്റൽ. ഓക്കെ, അതുപോലെ സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീംസ് എന്ന് വന്നിട്ടുണ്ട്. IDBI Act of 1964 provided for the creation of special fund known as Development Assistance Fund. Clear? IDBI Act അനുസരിച്ച് ഒരു ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ അതനുസരിച്ച് IDBI യൂസസ് ദിസ് ഫണ്ട് ടു അസിസ്റ്റ് ദ ഇൻഡസ്ട്രിയൽ കൺസേൺ വിച്ച് ആർ നോട്ട് ഏബിൾ ടു സെക്യൂർ ഫണ്ട്സ്, ക്ലിയർ, ഇൻ ദി നോർമൽ കോഴ്സ്. സാധാരണ ഇതിൽ ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കമ്പനികൾക്ക്, ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ഈ ഫണ്ടിലൂടെ അസിസ്റ്റൻസ് കൊടുക്കുമായിരുന്നു. ഓക്കെ, ദെൻ അതർ അസിസ്റ്റൻസ്, മറ്റുള്ള അസിസ്റ്റൻസും കൊടുക്കുമായിരുന്നു. എന്തൊക്കെയാണത്? ദ ബാങ്ക് അണ്ടർടേക്സ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് industrial research, clear, surveys, industry survey, consumer survey, clear, market survey, related activities for the development of industry. Clear? Then they subscribe to the shares and bonds of SFCs, SIDCs and National Small Industries Corporation. ഇവരുടെയൊക്കെ ഷെയർ ബോണ്ടുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് പൈസയാക്കി മാറ്റി കൊടുക്കുക. ക്ലിയർ? ഹാസ് അണ്ടർടേക്കൺ ടു ഫിനാൻസ് എക്സ്പോർട്സ് ടിൽ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എക്സിം ബാങ്ക്. 1982 എക്സിം ബാങ്ക് രൂപീകരിക്കുന്നവരെ എക്സ്പോർട്ട് ബില്ലുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് ചെയ്തു വന്നിരുന്നതും ഈ ബാങ്ക് തന്നെയായിരുന്നു. ക്ലിയർ? ഇറ്റ് ഗിവ്സ് അസിസ്റ്റൻസ് ഫോർ ദ പൊല്യൂഷൻ കൺട്രോൾ പ്രോജക്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ഇൻഡസ്ട്രിയൽ കൺസേൺസിൽ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ്, ഡിവൈസുകൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് ഫിനാൻസും ഇവർ ചെയ്തു വന്നിരുന്നു. അസിസ്റ്റൻസ് ഈസ് പ്രൊവൈഡഡ് ടു സെറ്റപ്പ് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ്, അല്ലേ, വേസ്റ്റ് ഡിസ്പോസൽസിന് ആവശ്യമായിട്ടുള്ള സോളിഡ്, ലിക്വിഡ് വേസ്റ്റ് അല്ലെങ്കിൽ അല്ലേ അങ്ങനെയുള്ള വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്ലാന്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, ക്ലിയർ, അതിനു വേണ്ടിയുള്ള ഫിനാൻസിങ് ചെയ്തിരുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്വൈസസ് ടു ദി പ്രൊമോഷൻ, എക്സ്പാൻഷൻ ആൻഡ് ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ കൺസേൺ. ഇങ്ങനെ ഓൾ റേഞ്ച് ഓഫ് ഫങ്ഷൻസും ചെയ്തു വന്നിരുന്ന ഒരു പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു 2004 മുമ്പ് വരെ. ഏത്? IDBI. ഓക്കെ, സോ ഇൻ 2005 IDBI merged its own banking industry. Clear? ബാങ്കിങ് സബ്സിഡറി IDBI ബാങ്ക്. അതിനെ ആദ്യം IDBIയുടെ കീഴിലൊരു സബ്സിഡറി ആയിട്ടാണ് രൂപീകരിക്കപ്പെട്ടത്, IDBI ബാങ്ക് എന്ന്. ക്ലിയർ? പിന്നീട് എന്തായിട്ട് മാറിയത്? IDBI ബാങ്ക്. ക്ലിയർ? എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നീട് ചെയ്തു. ക്ലിയർ? വിത്ത് ഇറ്റ് സെൽഫ് ഇൻ 2006 എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് നെയ്മഡ്
യുണൈറ്റഡ് വെസ്റ്റേൺ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് merged with IDBI. ക്ലിയർ. 2006 IDBI സ്റ്റാർട്ടഡ് ന്യൂ വെഞ്ചർ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. ഇവരുടേതായിട്ടുള്ളൊരു ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് അത് തുടങ്ങി. ഇങ്ങനെ കുറേ സബ്സിഡറീസ് IDBI ബാങ്കിന് ഇപ്പം ഉണ്ട്. ഓക്കെ, ഇപ്പോഴും ഇങ്ങനെയുള്ള കുറേ സബ്സിഡറീസ് ഉണ്ട്. ദെൻ IDBI ബാങ്ക് ക്ലിയർ now in the country has 1296 centers, 1757 branches. ക്ലിയർ. അതുപോലെ തന്നെ 3000 more than 3000 ATM across the nation. ഇതൊക്കെ പറയുന്നുണ്ട്. ക്ലിയർ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ചെറിയ വ്യത്യാസം വരും. കാരണം 2015 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ. നൗ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡെവലപ്മെൻറ്റ് in 2018, clear, 17-18, this bank, Government of India has proposed to clear hand over clear majority of the shares belonging to IDBI bank to LIC, Life Insurance Corporation of India. 2019 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, ഗവൺമെൻറ്റിൽ നിന്നും ഇത്തരത്തിലുള്ള ഷെയർസ് അക്വയർ ചെയ്തു. ഇപ്പോൾ 51% കൂടുതൽ ഷെയർസും LICയുടെ കീഴിലാണ്. ക്ലിയർ. ഇപ്പോൾ ഇതൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്കായിട്ട് ഇപ്പോൾ LICയുടെ കീഴിലുള്ളൊരു സബ്സിഡറി ആയിട്ട് ഇത് അറിയപ്പെടുന്നു. ഓക്കെ, IDBIയുടെ സബ്സിഡറീസിന് കുറേയധികം സബ്സിഡീസ് ഇവിടെ പറയുന്നുണ്ട്. IDBIയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന സബ്സിഡി. ഇവർ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫിനാൻസ് സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ക്ലിയർ. അപ്പോൾ അതുപോലെ ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറേ സബ്സിഡി ഉണ്ട്. IDBI ക്യാപിറ്റൽ മാർക്കറ്റ്സ് സർവീസസ് ലിമിറ്റഡ്. ക്ലിയർ. ദെൻ IDBI ഹോം ഫിനാൻസ് ലിമിറ്റഡ്, ഹോം ലോണുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. IDBI ഇൻടെക് ക്ലിയർ ലിമിറ്റഡ്. ഓക്കെ, 2000 രൂപീകരിക്കപ്പെട്ടതാണ്. എന്താണ് ഇവർ ചെയ്യുന്നത്? ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സബ്സിഡിയാണ്. IDBI ഗിൽറ്റ് ക്ലിയർ, ഗവൺമെൻറ് സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്സിഡി ആയിട്ട് വന്നതാണ്. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ കുറേയധികം സബ്സിഡറി ഇവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട്, ഒരു അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനും അല്ല, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അല്ല. ക്ലിയർ. Simply IDBI bank is a commercial bank. Okay. So next we can see about the another apex bank called Exim Bank. Clear. Export Import Bank of India. Clear. Bank of India, that is Exim Bank in a short ആയിട്ട് പറയുന്നത്. Clear. Exim, EX stands for export. Clear. IM stands for import. അപ്പോൾ export import bank. Clear. നമ്മൾ Exim Bank short ആയിട്ട് പറയുന്നത്. Okay. So Export Import Bank or Exim Bank was established in the year 1982 and commenced its operation in the year 1982 March. Here, then, as it is a public sector financial institution created by an Act of Parliament. Okay, Exim Bank Act of 1981. അതനുസരിച്ചിട്ടാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത്. Okay. It works as an apex banking institution for assisting and supporting development activities of such financial institutions which are engaged in the field of foreign trade in India. അപ്പോൾ ഇന്ത്യയിൽ ഫോറിൻ ട്രേഡ്, എക്സ്പോർട്ട് ഇമ്പോർട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ അഡ്വാൻസസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ക്ലിയർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു അപെക്സ് ബോഡി ആയിട്ടാണ് ഇവർ വരുന്നത്. ക്ലിയർ. സോ ദ എൻറ്റയർ ബിസിനസ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലേറ്റിംഗ് ടു ദി എക്സ്പോർട്ട് ഫിനാൻസിങ് ഹാസ് ബീൻ ടേക്കൺ ഓവർ ടു ബൈ ദിസ് ബാങ്ക്. ക്ലിയർ. 1982 മുമ്പ് ക്ലിയർ എക്സിം 1964 ശേഷം 82 വരെയുള്ള പീരീഡിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ക്ലിയർ, അതിൻ്റെ ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ് ക്ലിയർ, അങ്ങനെയുള്ള യൂണിറ്റുകൾക്കുള്ള അഡ്വാൻസ്, ഓക്കെ, ഇതെല്ലാം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിനുള്ള അഡ്വാൻസ്, റീഫിനാൻസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നത് IDBI ബാങ്ക് തന്നെയാണ്. ക്ലിയർ. അപ്പോൾ അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ആരിലേക്ക് മാറ്റി? So it was shifted to Exim Bank in the year 1982. So the entire business of the Industrial Development Bank of India, clear, was transferred. Clear. That is related to export finance was transferred. ഇതിൽ ആരൊക്കെയാണ് വരുന്നത്? ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രതിനിധികളുണ്ടാവും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയുണ്ട്, ക്ലിയർ, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളുണ്ട്, ദെൻ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്ലിയർ, പബ്ലിക് സെക്ടർ ബാങ്ക് ആൻഡ് അതർ ബിസിനസ് കമ്മ്യൂണിറ്റി, ഇവരെല്ലാം റെപ്രസെൻ്റ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ. ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ബാങ്ക്, the main objective of this bank or Exim Bank is to finance, facilitate and promote foreign trade in India. Number 2, to act as a principal financial institution for conducting the working institutions engaged in the financing,
എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ട്രേഡ് ഇൻ ഇന്ത്യ അല്ലേ. ഇപ്പോൾ ഇന്ത്യയിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഒരു കോർഡിനേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നിർവചിക്കപ്പെടുന്നു. ടു ഫിനാൻസ് ഇന്ത്യൻ എക്സ്പോർട്സ് ദാറ്റ് ലെഡ് ടു ദ കോൺട്രിബ്യൂട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻ ടു അവർ കൺട്രി അല്ലേ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഫോറിൻ എക്സ്ചേഞ്ച് നേടിത്തരുന്നതല്ല അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സാണ് എക്സ്പോർട്ട് എന്നത്. അതുകൊണ്ട് എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക, അതിനനുസരിച്ച് രാജ്യത്തിന് ഫോറിൻ എക്സ്ചേഞ്ച് നേടിയെടുക്കുക. ദെൻ ടു കളക്ട്, കമ്പൈൽ ആൻഡ് ഡിസമിനേറ്റ് മാർക്കറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്രെഡിറ്റ്, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഇൻഫർമേഷൻ, മാർക്കറ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻ, എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ, ഇതെല്ലാം കളക്ട് ചെയ്യുക, കമ്പൈൽ ചെയ്യുക, ഡിസമിനേറ്റ് ചെയ്യുക. ഇതൊക്കെ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എക്സിം ബാങ്ക് രൂപീകരിച്ചത്. ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. It provides financial help to export import goods and services not only in India but also third world countries. Clear? ഇന്ത്യയും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കൺസേൺസിന് അതുപോലെ തന്നെ തേർഡ് വേൾഡ് കൺട്രീസിലുള്ള കൺസേൺസിനൊക്കെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ? ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ഫോർ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഓൺ ലീസ് ബേസിസ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് മെഷീനറി കയറ്റി അയക്കാനോ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മെഷീനറി ഇമ്പോർട്ട് ചെയ്യാനോ ഒക്കെ ലീസ് വ്യവസ്ഥയിൽ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ അസിസ്റ്റൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഫിനാൻസിങ് ഓഫ് ദി ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഓഫ് എ ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രിയിലെ ജോയിൻറ്റ് വെഞ്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് ചെയ്യുക. ഇറ്റ് പ്രൊവൈഡ്സ് ലോൺസ് ടു ഇന്ത്യൻ പാർട്ടി സോ ആസ് ടു എനേബിൾ ഇറ്റ് ടു കോൺട്രിബ്യൂട്ട് ടു ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് എ ഫോറിൻ കൺട്രി. വിദേശ രാജ്യങ്ങളിലുള്ള അവരുടെ ഒരു ജോയിൻറ്റ് വെഞ്ചറിന് പൈസ മുടക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലുള്ള ഒരു കമ്പനിക്ക് എന്ത് കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക. ക്ലിയർ? ദെൻ അണ്ടർടേക്ക് ലിമിറ്റഡ് മർച്ചന്റ് ബാങ്കിങ് ആക്ടിവിറ്റീസ് സച്ച് ആസ് അണ്ടർ റൈറ്റിംഗ് ഓഫ് സ്റ്റോക്ക്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്. ക്ലിയർ? ഇങ്ങനെയുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കൺസേൺസിൻ്റെ ഷെയറോ ഡിബഞ്ചറുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി മർച്ചന്റ് ബാങ്കിങ് പോലുള്ള ഫങ്ഷൻസ് പെർഫോം. ഒരു ശരിക്കും മർച്ചന്റ് ബാങ്ക് അല്ല. ക്ലിയർ? അപ്പോൾ അതുപോലുള്ള ഫിനാൻഷ്യൽ സർവീസുകൾ അണ്ടർ റൈറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയറിനെ ഡിബഞ്ചറൊക്കെ അണ്ടർ റൈറ്റിംഗ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഇത് ചെയ്യും. ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു എൻഗേജ് ഇൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടേഴ്സ്. കൺസേൺസിന്, പാർട്ടീസിന്, എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടറിൽ പ്രവർത്തിക്കുന്ന പാർട്ടീസിന് അല്ലെങ്കിൽ കൺസേൺസോ ഇൻഡസ്ട്രിയൽ കൺസേൺസിനോ ഒക്കെ എന്ത് ചെയ്യുന്നു, ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ക്ലിയർ? ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറയുന്നത് 10,000 crore rupees ആണ്. ക്ലിയർ? ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 2014 അനുസരിച്ച് 3759 ആണ് അതിനുള്ളത്. ക്ലിയർ? കോടി രൂപ. ഇതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടായി ഇപ്പോൾ. എനിവേ ഇവർക്ക് എങ്ങനെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ഗവൺമെൻറ് ഉണ്ട്. അതുപോലെ തന്നെ ദേ കൻ റൈസ് ഫണ്ട് ബൈ ബോറോയിങ് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, RBI. ക്ലിയർ? ദെൻ RBI, ദ domestic international capital market, as well as deposits from the public bearing a term exceeding 1 year from the open market through the issue of bonds, debenture. Clear? ബോണ്ട് ഡിബഞ്ചറുകളൊക്കെ ഇഷ്യൂ ചെയ്തിട്ടും ക്ലിയർ അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോറോ ചെയ്യുക, RBI എന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നൊക്കെ ബോറോയിങ്ങോ അല്ലെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടോ ക്ലിയർ നമ്മൾ അവരെന്ത് ചെയ്യുന്നു, ഫണ്ട് റേസ് ചെയ്യുന്നു. സ്കീംസ് ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. എക്സിം ബാങ്ക് എക്സ്റ്റെൻസ് ലൈൻ ഓഫ് ക്രെഡിറ്റ്സ്, LOC ഫെസിലിറ്റി എന്നാണ് പറയുന്നത്. ക്ലിയർ? പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് അല്ലേ LOC എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? ലൈൻ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റി കേട്ടോ. സോ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ഓവർസീസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, sovereign governments and other entities to enable buyers in those countries to import developmental and infrastructural projects, equipments and goods and services from India on deferred credit. മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകൾക്ക് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി മെഷീനറീസോ എക്യുപ്മെൻറ്റ്സോ ഒക്കെ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി ലൈൻ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു. ദെൻ ലോൺസ് ടു ഇന്ത്യൻ കമ്പനീസ്. ലോൺസ് ടു ഇന്ത്യൻ കമ്പനീസ് എന്തൊക്കെയാണ് വരിക? So direct financial assistance to exporters, then overseas investment finance to Indian promoters of overseas joint ventures, then technology and consultancy service, pre-shipment of
പ്രീ ഷിപ്മെൻറ്റ് ക്രെഡിറ്റ് ടു പ്രീ ഷിപ്മെൻ്റ് ആണ് PRE. ക്ലിയർ? എന്താണ് PRE? ഷിപ്മെൻറ്റിന് മുമ്പുള്ള ക്രെഡിറ്റ്. ഓക്കെ. പ്രീ ഷിപ്മെൻറ്റ് ക്രെഡിറ്റ് ഫിനാൻസ് എക്സ്പോർട്ട് കോൺട്രാക്ട്സ് ഫോർ ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് ഡീൽ ചെയ്യുന്നതിന് വേണ്ടി, എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രീ ഷിപ്മെൻറ്റ് ക്രെഡിറ്റ് കൊടുക്കുക. ക്ലിയർ? ദെൻ രണ്ടാമത്തത് ഫോറിൻ ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കുന്ന, അല്ലേ, അല്ലെങ്കിൽ കമ്പനികൾക്ക് കൊടുക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ. സോ ടു ഓവർസീസ് ബയേഴ്സ് ക്രെഡിറ്റ് സ്കീം. ക്ലിയർ? ദെൻ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നു. മൂന്നാമത്തത് ലോൺസ് ടു കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്. ക്ലിയർ? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോൺ. എക്സ്പോർട്ട് ബിൽ ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റിയാണ് കൊടുക്കുക. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എക്സ്പോർട്സിന് വേണ്ടിയിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് ചെയ്ത ഫോറിൻ ബില്ലുകൾ നമുക്ക് എക്സിം ബാങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? റീഡിസ്കൗണ്ട് ചെയ്യാം. വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് റീഡിസ്കൗണ്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് ക്യാഷ് കിട്ടും. ക്ലിയർ? റീഫിനാൻസിങ് ഓഫ് എക്സ്പോർട്ട് ക്രെഡിറ്റ്. എക്സ്പോർട്ട് ക്രെഡിറ്റിന് വേണ്ടി കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൊടുത്തിരിക്കുന്ന പൈസ, ക്ലിയർ, ഇവർക്ക് എന്ത് ചെയ്യുന്നു? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് റീഇംബേഴ്സ് ചെയ്തു. അതിന് റീഫിനാൻസ് എന്നാണ് പറയുക. ദെൻ ഗ്യാരണ്ടി കൊടുക്കുക. അത് നാലാമതായിട്ട് വരുന്നതാണ് ഗ്യാരണ്ടി. പ്രൊവൈഡിങ് ഗ്യാരണ്ടി. ക്ലിയർ? It participates to the commercial bank in the guarantee issued by in the foreign currencies on behalf of Indian contractor or exporter. Exporters or contractors nu vendi endu cheya guarantee provide cheya. Clear? Okay. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട അപെക്സ് ബാങ്കുകൾ നമുക്ക് പഠിക്കാം. ക്ലിയർ? നോക്കാനുള്ളത്. ദെൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ക്ലിയർ? വേറൊരു ടൈപ്പ് ഓഫ് ബാങ്ക് ആയിട്ടാണ് വരുന്നതാണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ എന്താണ് ഈ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു പ്രത്യേകത? ക്ലിയർ? സോ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. ഓക്കെ. സഹകരണാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള, സഹകരണ നിയമം അനുസരിച്ച് രൂപീകരിക്കപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുക. ക്ലിയർ? ദെൻ ഇറ്റ് ഈസ് ഫോംഡ് ടു ദി എക്സ്റ്റെൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ദി ഫാർമേഴ്സ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതാണ് ഇതിൽ ഫാർമേഴ്സും അഗ്രികൾച്ചറും ട്രേഡേഴ്സും ആർട്ടിസാൻസും, ക്ലിയർ, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ക്രെഡിറ്റ് നീഡ്സിന് വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ടു പ്രൊമോട്ട് ദി ഹാബിറ്റ്സ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ് എമംഗ് ദി മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ് ഓഫ് ദ സൊസൈറ്റി. It collects funds through these schemes. Clear? Various share there is funds through issue of shares, accepting deposits and granting of loan. Clear? ഇങ്ങനെയുള്ള കേസ് വഴിയൊക്കെ അവരെന്ത് ചെയ്യുന്നു? ഫണ്ടുകൾ റേസ് ചെയ്യുന്നു. അതിനെ ഇത്തരത്തിൽ റേസ് ചെയ്യുന്ന ഫണ്ടുകൾ എന്ത് ചെയ്യുന്നു? ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുത്തിട്ട് അവർ വിനിയോഗിക്കുന്നു. ക്ലിയർ? സോ ദ മെയിൻ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ദാറ്റ് ഇറ്റ് ഹാസ് നോ പ്രോഫിറ്റ് മോട്ടീവ്. ക്ലിയർ? കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മോട്ടീവ് എന്ന് പറയുന്നത് സർവീസ് മോട്ടീവാണ്. ക്ലിയർ? കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സഹകരണ തത്വങ്ങൾക്കനുസരിച്ചിട്ടാണ് രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോഫിറ്റിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള സർവീസ് മോട്ടീവ് അനുസരിച്ചിട്ടാണ് വരിക. സോ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ വെരി ഹെൽപ്ഫുൾ ടു in meeting the financial requirement of farmers, artisans, clear, local people. Clear? ഇതൊക്കെയാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു കാറ്റഗറി എന്ന് നമുക്ക് പറയാൻ പറ്റും. So cooperative banking sector in India comprises of two main components. Clear? That is urban cooperative banks, okay, and rural cooperative credit institutions. പ്രധാനമായിട്ടും നമ്മൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് അർബൻ അല്ലെങ്കിൽ സിറ്റി ഏരിയ, മെട്രോസ് അല്ലെങ്കിൽ സിറ്റി ടൗൺസ് ഇങ്ങനെയുള്ള ഏരിയയിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, ബാങ്കുകളെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയും. ക്ലിയർ? അതല്ലാതെ റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും പറയും. ഓക്കെ. Then when urban cooperative banks have a single tier structure, rural cooperative bank have a complex structure. Okay? സാധാരണ ഇതിൽ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പലതരത്തിലാണ് വരിക. ക്ലിയർ? അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ മിക്കവാറും എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ സ്ട്രക്ചറിലായിട്ടാണ് വരിക. ക്ലിയർ? അവർക്ക് ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ. പക്ഷേ റൂറൽ ബാങ്കുകളുടെ കേസസ് വരുന്ന സമയത്ത് അതിൽ കുറേ സ്ട്രക്ചറായിട്ടാണ്, അല്ലെങ്കിൽ ടയർ സിസ്റ്റം എന്നാണ് അങ്ങനെ പറയാം. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ. സോ റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ടു distinct structures. Clear? That is short term cooperative credit structure, STCCC, and long term cooperative credit structure. Clear? രണ്ട് തരത്തിലും വരും, ഷോർട്ട് ടേമും ലോങ് ടേം. ക്ലിയർ? ദെൻ വിത്തിൻ STCC പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതിന് PACS എന്നാണ് പറയുക. ഇത് വില്ലേജ് തലത്തിൽ വരുന്ന സൊസൈറ്റികളാണ്.
ക്ലിയർ. ഈ ഷോർട്ട് ടേം STCCs എന്താണ് ചെയ്യുന്നത്? അവർ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോണാണ് കൊടുക്കുക. LTCCs എന്ത് ചെയ്യുന്നു? ഒരു ലോങ് ടേം ആയിട്ടുള്ള ഫണ്ടുകളാണ് കൊടുക്കുക. ഈ LTCC എക്സാമ്പിൾ എന്ന് പറയുന്നത് ലാൻഡ് മോർഗേജ് ബാങ്കുകൾ, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ എന്നൊക്കെയാണ് പറയുക. ക്ലിയർ. അവർ ഭൂമിയെ പണയപ്പെടുത്തിക്കൊണ്ട് ലോങ് ടേം ആയിട്ടുള്ള ലെൻഡിങ് കൊടുക്കുന്നു. ക്ലിയർ. STCC എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള ലോൺസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തും. ക്ലിയർ. STCCയിൽ തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വില്ലേജ് തലത്തിൽ രൂപീകരിക്കപ്പെടുന്ന പ്രൈമറി സൊസൈറ്റികൾ. ക്ലിയർ. PACS എന്നാണ് പറയുക. ക്ലിയർ. പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ക്ലിയർ. ഈ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ പ്രത്യേകത കേരളത്തിൽ ഇത് അറിയപ്പെടുന്നത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നുള്ള രീതിയിലാണ്. SCBs എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ. സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ. ഇൻ വില്ലേജ് ക്ലിയർ ലെവൽ. ഇത് ഒരു ടയറാണ്, ഒരു ലെവലാണ്. ഇതിന് ശേഷം വരുന്നത് ഇങ്ങനെയുള്ള PACCs അല്ലേ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എല്ലാം കൂടെ കുറേ ഉണ്ടാവും അല്ലേ. ഇതെല്ലാം കൂടെ ഫോം ചെയ്തിട്ട് ഇതിനെല്ലാം കൂടെ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബാങ്ക് ക്ലിയർ, ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസ്ട്രിക്ട് ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അതിനെ നമ്മൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയും, DCBs. ക്ലിയർ. അപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയും. അപ്പോൾ ഈ രീതിയിലൊരു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടാവും. ക്ലിയർ. ഇങ്ങനെ കുറേ ഡിസ്ട്രിക്റ്റ് അല്ലേ, നമുക്ക് കേരളത്തിലാണെങ്കിൽ 14 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അങ്ങനെ 14 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെയും കൂടെ ചേർത്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, SCB. ക്ലിയർ. ഇങ്ങനെ ഒരു 3 ടയർ സ്ട്രക്ചറിലാണ്, ക്ലിയർ, അല്ലെങ്കിൽ 3 ലെവൽ സ്ട്രക്ചറിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള ക്ലിയർ പ്രവർത്തിക്കുന്നത്. ഓക്കെ. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ റീസെൻ്റ്ലി കേട്ടിട്ടുണ്ടാവും അല്ലേ, ഗവൺമെൻറ് ഓഫ് കേരള ഒരു തീരുമാനം എടുക്കുകയും ഇവിടെ ക്ലിയർ ഇതിൽ വരുന്ന ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നുള്ളൊരു സ്ട്രക്ചറിനെ ഒഴിവാക്കിക്കൊണ്ട് ക്ലിയർ അതിനെ എന്ത് ചെയ്തു? കേരള ക്ലിയർ ബാങ്ക് എന്നുള്ള രീതിയിൽ ഒരു ബാങ്ക് രൂപീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ക്ലിയർ. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്തത്. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2 സ്ട്രക്ചറേ ഉള്ളൂ. പ്രൈമറി ഉണ്ട്, അതുപോലെ തന്നെ കേരള കോപ്പറേറ്റീവ് ക്ലിയർ, കേരള ബാങ്ക് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും ഉണ്ട്. ക്ലിയർ. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇപ്പോൾ ഇല്ലാതായി മാറിയിട്ടുണ്ട്. ഓക്കെ. ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. ക്ലിയർ. മലപ്പുറം പോലുള്ള ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് അതിൽ ചേരാതെ നിൽക്കുന്നുണ്ട്. ക്ലിയർ. അപ്പോൾ അതുകൂടെ ഫ്യൂച്ചറിൽ ചെയ്ത് വരികയാണെങ്കിൽ അല്ലേ 2 ടയറായിട്ട് മാത്രമായിട്ട് മാറും. ഓക്കെ. STCCയിൽ ഷോർട്ട് ടേമിൽ എന്തൊക്കെയാണ് വരിക? ക്രോപ്പ് ലോണുകളാണ് കൊടുക്കുക മിക്കവാറും. ക്ലിയർ. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ക്രോപ്പ് ലോൺ. ക്ലിയർ. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ്. ക്ലിയർ. അതുപോലെ തന്നെ പ്രൈമറി ആൻഡ് ഷോർട്ട് പീരീഡ് ലോൺ ടു ഫാർമേഴ്സ്. ക്ലിയർ. റൂറൽ ആർട്ടിസാൻസ്. ഇവർക്കൊക്കെ ലോണുകൾ ഷോർട്ട് ടേം പീരീഡിൽ കൊടുക്കുക. ലോങ് ടേം ലോൺസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? ദറ്റ് ഈസ് അഗ്രികൾച്ചറൽ ക്ലിയർ, പ്രൈമറി അഗ്രികൾച്ചറൽ ഓക്കെ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളായിട്ട് വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിന് നമ്മൾ ലാൻഡ് മോർഗേജ് ബാങ്കുകൾ എന്നാണ് നേരത്തെ അറിയപ്പെടുന്നത്. ക്ലിയർ. ലാൻഡിനെ പണയപ്പെടുത്തിയിട്ട് ലോൺ കൊടുക്കുന്ന കൊണ്ട് ഇതിനെ ലാൻഡ് മോർഗേജ് ബാങ്ക്. ക്ലിയർ. ഇത് ഇപ്പോൾ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളായിട്ടും അറിയപ്പെടുന്നു. ഓക്കെ. നിലങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള പർപ്പസിനൊക്കെ വേണ്ടി ക്ലിയർ ചില തരത്തിലുള്ള പ്രത്യേക ക്രോപ്പുകളുടെയൊക്കെ അതിൻ്റെ ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് അത് പ്ലാന്റ് ചെയ്ത ശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിന് ഈൽഡ് കിട്ടുക. അപ്പം അങ്ങനെയുള്ള കേസസിലൊക്കെയാണ് ഈ LDB ലാൻഡ് മോർഗേജ് ബാങ്ക് അല്ലെങ്കിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിൽ ലോൺ കൊടുക്കുന്നത്. അപ്പം ഇതിന് സാധാരണ ഇതിൽ 2 സ്ട്രക്ചറാണ് വരിക. ക്ലിയർ. ഒന്ന് സ്റ്റേറ്റ് ലെവലിലൊരു സ്ട്രക്ചർ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ഇതും വരും. അതുപോലെ തന്നെ താഴെത്തട്ടിൽ പ്രൈമറി ലെവലിലും വരും. അത് ബ്ലോക്ക് ലെവലിലാണ് അല്ലെങ്കിൽ താലൂക്ക് ലെവലിലാണ് അത് കാണപ്പെടുക. ഓക്കെ. സോ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അറ്റ് ദി ഡീസെൻട്രലൈസ്ഡ് ഡിസ്ട്രിക്ട് ഓർ ബ്ലോക്ക് ലെവൽ. ഡിസ്ട്രിക്ട് ലെവൽ അല്ലെങ്കിൽ ബ്ലോക്ക് ലെവൽ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് താലൂക്ക് ലെവൽ. ക്ലിയർ. ഒന്ന് സ്റ്റേറ്റ് ലെവലാണ്, ഒന്ന് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ താലൂക്ക് ലെവലായിരിക്കും ഉണ്ടാവുക. സോ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് typically medium and long-term loans for making investments in agriculture, clear, then rural industries and lately housing. Clear. ഇങ്ങനെയുള്ള സ്കീംസിനൊക്കെ ഇവർ ലോൺ കൊടുക്കുന്നു. ഹൗസിങ്ങിൻ്റെ ഉള്ള ലോൺ സ്കീംസ് ഉണ്ട്, അഗ്രികൾച്ചറൽ ക്ലിയർ ലാൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതുണ്ട്, റൂറൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ലോണുകളൊക്കെ ലോങ് ടേം ആയിട്ട് കൊടുക്കുക. ഓക്കെ.
So some other states have a unitary structure with a state level bank. ഓക്കെ, ചിലതിന് ഒരു സിംഗിൾ സ്ട്രക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്റ്റേറ്റ് ലെവലിലുള്ള ലാൻഡ് മോർഗേജ് അല്ലെങ്കിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ടാവും. അതിന് കീഴിൽ ബ്രാഞ്ചുകളായിട്ടാണ് പ്രവർത്തിക്കുക. ക്ലിയർ? ഇപ്പോൾ കേരളത്തിലത് 2 ടയർ സ്ട്രക്ചറായിട്ടാണ്, 2 ലെവലായിട്ടാണ്. ക്ലിയർ? ഒന്ന് സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്. ക്ലിയർ? സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ടാവും, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്. ക്ലിയർ? അതിൻ്റെ താഴെ ക്ലിയർ നമ്മൾ പറഞ്ഞ പോലെ പ്രൈമറി അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്ലിയർ? ഈ രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ദ നെക്സ്റ്റ് വൺ ഈസ് ലോക്കൽ ഏരിയ ബാങ്ക്. ഞാൻ നേരത്തെ സൂചിപ്പിക്കണ്ടേ അല്ലേ? ലോക്കൽ ഏരിയ ബാങ്ക് എന്ന് പറയുന്നത് ക്ലിയർ 1996 ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBIയുടെ പെർമിഷനോടുകൂടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ബാങ്കുകളാണ്. ക്ലിയർ? ഇവയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ 1, 2, 3 ഡിസ്ട്രിക്റ്റിലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ? ഒരു ലൊക്കാലിറ്റിയെ സെർവ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ലോക്കൽ ഏരിയയിൽ ബാങ്കിങ് ഫെസിലിറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ആ പ്രദേശങ്ങളിലെ ബാങ്കിങ് ഹാബിറ്റും ലെൻഡിങ്ങും അക്സെപ്റ്റിംഗ് ഓഫ് ഡിപ്പോസിറ്റ്സ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടുള്ളതാണ് ഇത്. സോ ഇറ്റ് ഈസ് അലൗഡ് ടു ഫങ്ഷൻ വിത്ത് എ വ്യൂ ടു പ്രൊമോട്ട് institutional mechanism for promoting rural savings as well as for the promotion of credit in the viable economic activities in the local area. Clear? Local area ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദീസ് ബാങ്ക്സ് വിൽ എസ്റ്റാബ്ലിഷ് ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിലാണ് ഇത് രൂപീകരിക്കപ്പെടുക. ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രൊമോട്ടഡ് ബൈ ഇൻഡിവിജ്വൽസ്, കമ്പനീസ്, ട്രസ്റ്റ് സൊസൈറ്റീസ്, ഇവർക്കൊക്കെ ഇത് രൂപീകരിക്കാം. ക്ലിയർ? സോ ദ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് 5 കോടി രൂപയാണ് അവിടെ പറയുന്നത്. പ്രൊമോട്ടേഴ്സ് ഹാവ് ടു ബ്രിങ് the entire minimum capital of 5 crore then upfront out of their variable own sources of funds. ക്ലിയർ? അവരുടെ സ്വന്തമായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് ഇത് കൊണ്ടുവരണം. പിന്നെ അഡീഷണൽ ഫണ്ട് ഡിപ്പോസിറ്റ് ആയിട്ട് അവർക്ക് കളക്ട് ചെയ്യാം. സോ ദിസ് ഈസ് മാൻഡേറ്ററി റിക്വയർമെൻറ്റ്. ദ പ്രൈമറി ദ പ്രൊമോട്ടേഴ്സ് ഹാവ് ടു സബ്സ്ക്രൈബ് the latest net worth statement. The promoters have to submit their latest net worth statements duly verified by a chartered accountant. Clear? And promoters are required to submit documentary evidence along with auditor certificate to support of having mobilized the minimum initial capital of ₹5 crore. Clear? അപ്പോൾ മിനിമം ലെവൽ ക്യാപിറ്റൽ 5 കോടി രൂപയാണ് അതിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത്. അത് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുവരണം. ക്ലിയർ? എന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ഒരു ലോക്കൽ ഏരിയ സർവേ ആണ് അതിൻ്റെ ഉദ്ദേശം. 3 ഡിസ്ട്രിക്ട്സ് ഒക്കെയാണ് ഇതിൻ്റെ സാധാരണ ഇതിൽ മാക്സിമം ഓഫ് 3 ക്ലിയർ കണ്ടിന്യൂസ് ഡിസ്ട്രിക്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? അപ്പോൾ 3 ഡിസ്ട്രിക്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മാക്സിമം വരിക. അപ്പോൾ ചെറിയൊരു ലോക്കൽ ഏരിയയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ എല്ലാ ഫങ്ഷൻസും ഇവർക്ക് പെർഫോം ചെയ്യാം. പക്ഷേ ഇത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഓക്കെ, അത്രമാത്രമാണ് ഈ ലോക്കൽ ഏരിയ ബാങ്കിൻ്റെ ഒരു പ്രത്യേകത. So local area banks are allowed to open branches in rural and semi-urban areas of their area of operation. However, urban branches that is center of population above 1 lakh, okay, in the same districts, in each districts will be allowed. Okay, കുറച്ച് അർബൻ ബാങ്കുകളെ ബ്രാഞ്ചുകളും ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് പെർമിഷൻ ഉണ്ട്. ഓക്കെ, അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻസിൽ മാത്രമേ ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പ്രൈവറ്റ് സെക്ടറിലാണ് ഇത്തരം ബാങ്കുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് RBI ചില ഗൈഡ് ലൈൻസ് 1996 ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുക. ക്ലിയർ? ഇപ്പോൾ കോസ്റ്റൽ ലൈൻ ക്ലിയർ ഏരിയ ബാങ്ക് ലിമിറ്റഡ്, അതുപോലെ വിജയവാഡ ഡിസ്ട്രിക്ട്സ് ആണ് വരുന്നത്. ക്ലിയർ? ഇങ്ങനെ കുറച്ച് പ്രദേശങ്ങളിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾക്ക് വരിക. മിക്കവാറും ബാക്ക്വേർഡ് ഏരിയ ആണ്, റൂറൽ ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ സെമി അർബൻ ഏരിയ ആയിരിക്കും. ക്ലിയർ? ഇപ്പോൾ ഏകദേശം 5ഓളം ലോക്കൽ ഏരിയ ബാങ്കുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ക്ലിയർ? ബാക്കിയുള്ള ബാങ്കുകളൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുനിന്ന് ജസ്റ്റ് നോക്കി പോവാം. ഓക്കെ, the next one is NABARD ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.